കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be praised in this morning. ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതായ എല്ലാ സഹോദരീ സഹോദരന്മാരോടും കുഞ്ഞുങ്ങളോടും വിശിഷ്യ എൻ്റെ പ്രിയ സഹോദരൻ സ്നേഹിതൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് ആൻ്റണി കുടുംബത്തോടും ഒരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I praise the Lord Almighty for bringing me here with an amazing fellowship and with Pastor Pradeep and his family to this morning. ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങൾ നിമിത്തം ദൈവത്തിന് ഞാൻ നന്ദിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭ UK അയർലൻഡ് റീജിയൻ്റെയും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. Greetings to all in the name of the Almighty and also as a part of being a part of IPC UK and Ireland region. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ മോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ടവണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തകൊണ്ട് അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന പ്രിയ സുവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവവചനം എത്ര കാലം കഴിഞ്ഞാലും അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നിശ്ചയമായും ദൈവം അവരെ സന്ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. May the Lord Almighty bless the brother who brought us here and use him for his kingdom's glory. പ്രിയ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രദീപ് ആൻ്റണി ഓർപ്പിച്ചതുപോലെ ഏകദേശം 20 വർഷത്തോളമാകുന്നു ഈ പ്രദേശങ്ങളിൽ കടന്നു വന്ന് ഏകദേശം 1 വർഷത്തോളം കർത്താവിൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തമല്ല, ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ ദൗത്യം, നമ്മെ എല്ലാവരെയും കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. സുവിശേഷം അറിയിക്കുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക, അവൻ്റെ നാമത്തെ ഉയർത്തുക, ദൈവമക്കളോട് ഒരുമിച്ചുള്ളതായ ആരാധന. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഈ പ്രദേശത്ത് കടന്നു വന്ന് വിവിധ നിലകളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. It has been more than 20 years that I have been in the service of the Lord, and I have served in this particular place, Leicester, for almost a year in the past life. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെയുള്ളതായ പ്രവർത്തനം ഞാൻ നിർത്തിയിട്ട് ബർമിംഗ്ഹാമിൽ തന്നെ ഫോക്കസ് ചെയ്തു. അതിനുശേഷമായി 2010 ലണ്ടനിലേക്ക് പോയി അവിടെ പ്രവർത്തനം തുടങ്ങി. ഇന്ന് അവിടുത്തെ സഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്നു. IPC ലണ്ടൻ ചർച്ചിൻ്റെ ദൈവം തന്ന ഭാഗ്യപദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. After certain circumstances, I have to stop the service that I continued here in Leicester and form a church in Birmingham. After which, in 2010, I started a church in London as a senior pastor there. I'm serving in IPC London Church. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പറയാനുണ്ട്. ഏതാണ്ട് ഒരു 40 വർഷത്തെ കാര്യങ്ങൾ പറയുവാനുണ്ട്. അതൊന്നും പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. There are a lot of things that I wanted to say because I have stories of past 40 years, but there is a time constraint that we are facing, so I won't do that. ഏകദേശം 40 വർഷമാകുന്നു ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചത്. അങ്ങനെ നിലമ്പൂരിൽ കരുനച്ചി എന്ന സ്ഥലത്താണ് എൻ്റെ വൈഫ് ഹൗസ്. ആ സഭയിലെ വിശ്വാസിയായി അന്നൊരു പൈതലായി കൊച്ചു ബാലകനായിട്ടാണ് പ്രിയ പ്രദീപ് ആൻ്റണി അന്ന് കാണുവാനിടയായത്. I have been married for almost 40 years, and my pastor's wife belongs to Nelambur Church, and there as a small boy pastor met Pradeep pastor. 2014 ഈ ലെസ്റ്ററിൽ വെച്ച് IPC UK അയർലൻഡ് റീജിയൻ്റെ നേതൃത്വത്തിൽ തനിക്ക് പാസ്റ്ററൽ ഓർഡിനേഷൻ കൊടുക്കുവാൻ ഉള്ള ഭാഗ്യവും ദൈവം എനിക്ക് നൽകി. And also God gave pastor the opportunity to ordinate Pastor Pradeep in 2014.
അവരുടെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. I praise the Lord Almighty, remembering his family. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യത്ത് താൻ ചെയ്യുന്നതായ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ, കർത്താവിൻ്റെ മേലുള്ള ബന്ധത്തിന് പ്രതിഫലമായി ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ ഭൂമിയിൽ മാത്രമല്ല, ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളി കേട്ട് ദൈവം വെച്ചിരിക്കുന്നതായ പ്രതിഫലം വാങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. May the Lord Almighty reward him for all that he is doing for the sake of Lord's kingdom. തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. Also praise, remembering his parents. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. അവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. There are people who remember us and our service in their prayers. I thank the Lord Almighty for them as well. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ When I stand here, വളരെ നന്ദിയോടും I'm very thankful to the Lord ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. and stand here with a prayerful heart. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. In the Psalms it is written that I will be alive and I'll praise the Lord for all the good things that he has done in my life. 2.5 മാസത്തിന് ശേഷമാണ് ഞാൻ ഫിസിക്കലായി ഒരു ആരാധനയിൽ സംബന്ധിക്കുന്നത്. After 2.5 months I'm standing here and physically attending a prayer service. ജനുവരി 11 ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ 10-ാം തീയതി അവിടെ അഡ്മിറ്റ് ആകുകയും 11-ാം തീയതി എൻ്റെ പിറ്റ്യൂട്ടറി അഡിനോമ ട്യൂമർ റിമൂവൽ സർജറിക്ക് വിധേയനാകുകയും ചെയ്തു. During January 10th and 11th, I got admitted in the hospital in Birmingham and I underwent a surgery for the removal of the tumor. ഒരു മേജർ സർജറിക്ക് വിധേയനായ എനിക്ക് ഇന്ന് പകൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധി ദൈവത്തെ ആരാധിപ്പിക്കുവാനും ജീവനുള്ള സാക്ഷിയായി നിൽപ്പാനും ദൈവത്താൽ അനുവദിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദിയോടുകൂടെ പൽക്കാലമായിരിക്കുന്നു. I thank the Lord Almighty for using me and making me a witness and to testify his love and grace after undergoing a major surgery. I'm standing here. ഇന്നലെ വൈകിയ വേളയിൽ ഞങ്ങളുടെ ലണ്ടൻ സഭയിലെ എൻ്റെ കസിൻ്റെ ഭവനത്തിലെ കോട്ടേജ് മീറ്റിങ്ങിൽ രാത്രി ഞാൻ കടന്നുപോയിട്ട് അതിൻ്റെ 12 മണിക്കാണ് ഭവനത്തിൽ എത്തിച്ചേർന്നത്. Yesterday night I went to one of the prayer meetings as a part of IPC London Church and I returned home at 12 at midnight. മാനുഷിക നിലയിൽ എല്ലാം സാധ്യമെന്ന് തോന്നുമ്പോൾ, when everything seems impossible in a humanly form, എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന്, there is nothing that is impossible in the eyes of the Lord. എനിക്ക് വളരെ സന്തോഷത്തോടും വിശ്വാസത്തോടും പ്രാഗൽഭ്യത്തോടും കൂടെ പറയുവാൻ കഴിയും. Today I can say it with utmost happiness. ഡോക്ടർ ലോകത്തിലെ എല്ലാ ഡോക്ടറെക്കാളും വലിയവനായ ദൈവ വൈദ്യനായ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. That we have a Lord Almighty who lives, who is greater than all the doctors here in this world. ഒരുപാട് ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. There were too many people who prayed for me from the parts of the world. കഴിഞ്ഞ കുമ്മനാട് കൺവെൻഷനിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. And people prayed for me during the Kumbanad convention that happened in Kerala. ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും, പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ വിടുതൽ നമുക്ക് ലഭിക്കുകയില്ല. I can say with utmost surety that there is everything that is possible through the power of prayer. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ സമയം തീരും. ദൈവം വിശ്വസ്തൻ. If I say everything today, my time will be finished, but God is faithful. ദൈവം വിശ്വസ്തൻ. God is faithful. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും അവിശ്വാസത്തോടുകൂടെ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനാണ്. If anybody here is coming with little faith, I can say that our God is faithful. സകലത്തിലും വിശ്വസ്തനായ ഒരു ദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. A God who is faithful in everything, and I thank the Lord Almighty for everyone who is serving him. Hallelujah. Hallelujah.
സാധ്യമെന്ന് തോന്നുമ്പോൾ സകലത്തെയും സാധ്യമാക്കി തീർത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിലവുകളെ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ചെയ്തു തരുവാനും കഴിവുള്ള സർവശക്തനായ കർത്താവ് ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. When things seems impossible, he makes it possible, and he is amongst us here in this worship today. ഓരോ ദിവസങ്ങളും ഓരോ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോഴും ഓരോ ഫോളോ അപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് പറയുവാൻ കഴിയുമായിരുന്നു ഞങ്ങളുടെ ദൈവം എത്ര നല്ലവനെന്ന്. After every appointment and every doctor visit, we could say that our God is so much faithful. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. He helped us without any complications. ആമേൻ. തുടർന്ന് ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I also believe that he's going to do the same in the coming days. ഓപ്പറേഷന് ശേഷമുള്ള ആദ്യത്തെ സഭായോഗമാണ് നിങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. After surgery, this is my first fellowship that I'm attending അത് with you. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. And I pray that this be a blessing in your life as well. ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും. I can say one thing here. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും IPCയുടെ പ്രയർ ബോർഡിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ മിക്കവാറുമുള്ള എല്ലാ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും മറ്റെല്ലാ സ്റ്റേറ്റുകളിലുമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് ദൈവം ഇടയാക്കി. God has made us able to go to different parts of India in the northeast and praise his name. അനേക രാജ്യങ്ങൾ കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. He gave us opportunities to go to various other countries. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു യമനിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. അതിനുള്ള അവസരവും ദൈവം എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് നൽകി. It was my heart's desire to go to Yemen and do work for his kingdom, and God gave me that opportunity as well. ദൈവം വീണ്ടും ആയുസ്സിനെ ദീർഘമാക്കി തന്നിരിക്കുകയാണ്. And God has extended my lifespan again. ഒന്നേ ഉള്ളൂ, കർത്താവിന് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുവാൻ കഴിയും, സുവിശേഷമിൽ എത്താത്തിടത്തുകളിൽ സുവിശേഷം എത്തിക്കുവാൻ കഴിയും. അതാണ് ആഗ്രഹം. ഈ ദിവസങ്ങൾ അതിനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. My heart's utmost desire is to do for Christ as much as I could until the day I die. ദൈവമക്കളായ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. I request all your prayers for the service that we are doing. ദൈവം സാഹചര്യങ്ങളെ അനുവദിക്കുമെങ്കിൽ ഈ അടുത്ത മാസം 27-ാം തീയതി റോമിൽ പോയൊരു വിവാഹം നടത്തേണ്ടതായിട്ടുണ്ട്. If God wills, there's a wedding that I have to attend in Rome. ചില 1-2-1.5 വർഷം കഴിഞ്ഞു റോമിൽ ഞാനും ഇവിടെ ഇതിനു മുമ്പ് കടന്നു വന്ന പ്രിയ പ്രദീപാസിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് കൂടെയാണ് IPC കേരളം റീജിയൻ്റെ സെക്രട്ടറി. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി ആ രാജ്യത്ത് കടന്നുപോയി IPCയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. There has been opportunities in the past time where we went to Rome and started the service of God and sharing the gospel. 2 ചർച്ചുകൾ ഇപ്പോൾ ഇറ്റലിയിൽ IPCക്കുണ്ട്. And there are 2 churches there of IPC. ഇവിടെ IPC കേരളം റീജിയൻ ഫോം ചെയ്യുന്നതിന് മുമ്പാണ് 2007-ൽ ഡബ്ലിനിൽ പോയി റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ദൈവം സഹായിച്ചത്. And there were situations where we formed an IPC UK Ireland church in Dublin as well. ഇപ്പോഴത് ഒരു വലിയ ഒരു റീജിയനായി ഒരുപാട് പ്രവർത്തനങ്ങൾ രാജ്യത്ത് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. Now God has extended it into a bigger region and using everybody for his gospel. ശുശ്രൂഷകളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. I request your prayers for all the services. കൂടുതലും കേരളത്തിലല്ല, കേരളത്തിന് വെളിയിൽ പോയി ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകുവാനും സ്തോത്ര ക്രൂസൈഡുകൾ നടത്താനും മീറ്റിങ്ങുകൾ നടത്തുവാനും അവരോടൊരുമിച്ച് പക്ഷിപ്പാനും ഗ്രാമങ്ങളിൽ വില്ലേജുകളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാനും അവരോടൊരുമിച്ച് താമസിച്ചുകൊണ്ട് അവർ തരുന്നതായ ഭക്ഷണം കഴിച്ച് പ്രവർത്തിപ്പാൻ കഴിഞ്ഞ നാളുകൾ കർണാടകയുടെ വിവിധയിടങ്ങളിൽ, ആന്ധ്രയുടെ വിവിധ വില്ലേജുകളിൽ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ, ഇപ്പോൾ മണിപ്പൂർ, മേഘാലയ, അതുപോലെ തന്നെ മിസോറാം, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, ഈ സ്റ്റേറ്റുകളിലെല്ലാം പോയി അവിടെ താമസിച്ച് അവരുടെ അവിടെയുള്ളതായ ഭക്ഷണം കഴിച്ച് അവരോട് ഒരുമിച്ച് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. And God made us able to be a part of sharing his gospel not only in Kerala but apart from Kerala in the northeastern sides and the other southern parts of India. ദൈവമക്കളുടെ പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെട്ടുകൊള്ളുന്നു. സ്വല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. Let's open the word and meditate on one of the verses. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ.
Hebrews chapter 4 verses 1 and 2. ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. ഇംഗ്ലീഷിൽ വായിക്കുന്നു. Therefore, since the promise of entering his rest still stands, let us be careful that none of you be found to have fallen short of it. For we also have had the good news proclaimed to us, just as they did. But the message they heard was of no value to them, because they did not share the faith of those who obeyed. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഈ വാക്യങ്ങളിൽ എബ്രായ ലേഖനകാരൻ എഴുതിയിരിക്കുന്നത് നമുക്ക് ബോധ്യമാകും, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചുള്ളതായ ഒരു വേദഭാഗമാണ്, ഇതൊരു ദൂതാണ്. We can make out from this particular verse that this verse is written especially for the people who are saved in Christ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ, അന്നേരം വാഗ്ദത്തം ലഭിച്ചവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതായ ഒരു ലേഖനമാണ്. This particular verse is written for the people who have the promise of entering in his rest. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. And be careful that none of you be found to have fallen short of it. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആത്മാവിലും സത്യത്തിൽ ദൈവത്തെ ആരാധിച്ച് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്ത് അഥവാ നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Being saved and worshiping him and entering into his kingdom is the ultimate goal that we have in our lives as Christians. ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നാം ഭയപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ സേവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. And the conclusion of this part is that let us all be a part of the eternity and not lose it to this world. ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അനേകം വാഗ്ദത്തങ്ങളുടെ ഒരു കലവറ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. And we can see that there is a well of promises in the verse in the word of God. അതിൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം കൂടാതെ പറയുവാൻ കഴിയും, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥത അഥവാ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യതയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And out of the well of promises we can say that the utmost important one is the promise of God letting us into the eternity. നാം ഭൂമിയിലായിരിക്കുമ്പോൾ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ആവശ്യമാണെന്ന്. When we live in this world, there is a sense of peace that we all ask for to God. മൂന്ന് വിധ സ്വസ്ഥതയെക്കുറിച്ച് ഇന്ന് പകൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രസ്താവിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവമക്കളായിരിക്കണം. And there are three types of rest or peace that we seek and we can see in the word of God. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പുറപ്പാട് 16-ന്റെ 23. അത് ഒന്നുകൂടെ ഉറക്കെ വായിക്കണമേ. അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായ ശബത്ത് മതി. He said to them, "This is what the Lord commanded. Tomorrow is to be a day of Sabbath rest, a holy Sabbath to the Lord. So bake what you want to bake and boil what you want to boil. Save whatever is left and keep it until morning." മതി. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഒരു സ്വസ്ഥതയുടെ ഒരു ദിവസം അവർക്ക് വേണ്ടി കൽപ്പിച്ചു കൊടുക്കുകയാണ്. The Lord commanded a day of rest for the Israelites. ജീവിതയാത്രയിൽ ദൈവമക്കൾക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നെ ചില സ്വസ്ഥതകൾ നമുക്ക് തരാറുണ്ട്.
When we live in this world, God gives us a sort of rest in our lives. ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതയാത്ര നോക്കുമ്പോൾ അവർ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ അനുഭവിച്ചതായ കഷ്ടതയുടെ ഒരു പട്ടിക തന്നെ പുറപ്പാട പുസ്തകം ആരംഭവാക്യങ്ങളിൽ അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. We can see that the Israelites faced a lot of problems in the early chapters of Exodus. ദൈവം അവരോട് ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And we can see that God is trying to connect with them. ദൈവം കാണാഞ്ഞിട്ടല്ല, ചില കാലഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ആ കഷ്ടതയിലൂടെ അവരെ കടത്തിവിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We can see that the God takes them through the valley of troubles in their lives. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കേണ്ട 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നതായ വാഗ്ദത്തം കൊടുത്തിട്ട് ചില കാര്യങ്ങൾ അബ്രഹാമിനോട് ഭാവിയെ സംബന്ധിച്ച് പറയുന്നതായ കാര്യങ്ങൾ അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും. In Genesis chapter 15 we can see that there are certain promises that God gives to Abraham for the coming days of his life. അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തപ്പോൾ തന്നെ 400 സംവത്സരം നിന്റെ സന്തതികൾ പ്രവാസികളായി അന്യദേശത്ത് അവരെ സേവിക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുവാനിടയായി. Along with all the blessings that he gave him, God said that there will be generations of Abraham that would be scattered in around the world. എന്നാൽ ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കും. But still I will reach out to my people. എല്ലാ കാലത്തും അടിമകളായി അടിമത്തത്തിൽ വിടുവാൻ ഞാൻ അവരെ അനുവദിക്കുകയില്ല. I won't allow them to be slaves for their entire life. ഞാൻ നിന്നോട് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. I will take them again back to the Canaan. ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ദൈവം വെച്ചു. There's a certain time period that God gave in their life. അനേക കഷ്ടതകളുടെ തീച്ചൂളയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. They went through pit of fire of troubles. അവരുടെ ജീവിതം മൊത്തം കയ്പിന്റെ അനുഭവങ്ങളായിരുന്നു. In their life they experienced all sorts of bitterness. എന്നാൽ ദൈവം അവരുടെ നിലവിളി കേട്ടു. But still God heard their cry. ദൈവം അവർക്ക് വേണ്ടി മോശയെ അയച്ചു. God sent Moses for them. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഓർത്തു. God remembered the promise that he made to Abraham. ദൈവം മിസ്രയീമിൽ തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് ദൈവം കൊണ്ടുവന്നു. God brought them back to Misr. കുഞ്ഞാടിന്റെ രക്തത്താൽ അവരെ ഹല്ലേലൂയ ദൈവം അവിടുന്ന് പുറപ്പെടുവിച്ചു. And then God saved them from their troubles through the lamb. മിസ്രയീം ജനത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ഇസ്രായേലിലെ കൂടാരങ്ങളിൽ അവരുടെ ഭവനങ്ങളിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം അവിടുന്ന് ഉയരുവാനിടയായി. And during those days in the house of Egypt there was praises of God that was raised. അവരുടെ കട്ടളക്കാലിൽ മേൽ കുറുമ്പടി മേൽ കുഞ്ഞാടിന്റെ പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ചതിനാൽ സംഹാരകൻ ആ ഭവനത്തിൽ പ്രവേശിക്കുവാനിടയായി തീരാതെ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനിടയായി തീർന്നു. And God saved them and protected them through all the troubles through the blood of lamb. ദൈവം അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചു. God took them from there. ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവന്നു. Took them to the Red Sea. അത്ഭുതകരമായ നിലയിൽ ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് തന്റെ ജനത്തെ ദൈവം വഴി നടത്തി. And amazingly he split the sea into two parts. അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. And they entered into the wilderness. മരുഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയിലൂടെ അവരോട് സംസാരിക്കുകയാണ്. മിസ്രയീമിലെ ഫറവോന്റെ സിസ്റ്റം അല്ല എൻ്റെ സിസ്റ്റം, എൻ്റെ ജനത്തിനൊരു സ്വസ്ഥത ആവശ്യമാണ്. And when they entered into the wilderness, God said that the system that I follow is not as the same as King Pharaoh. മിസ്രയീമിലായിരിക്കുമ്പോൾ അവർക്കൊരു ദിവസവും അവർക്ക് സ്വസ്ഥതയില്ല. അവർക്കൊരു ദിവസം എല്ലാ ദിവസവും അവർ ജോലി ചെയ്തേ മതിയാകുകയുള്ളൂ. When they were in the Egypt, they did not face any they did not have any rest in their life. ദൈവം 7-ാം ദിവസം അവർക്ക് സ്വസ്ഥത കൊടുക്കുവാനിടയായി തീർന്നു. But instead God gave them rest on the 7th day of the week. ഇന്ന് പകലിലും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന ദൈവമക്കളെ, today who all are here to worship the Lord Almighty. നിങ്ങൾക്കിന്ന് ജോലി ചെയ്താൽ ചിലപ്പോൾ ഡബിൾ സാലറി ലഭിച്ചെന്നിരിക്കാം. If you work today on Sunday, you might receive double the salary. ഇന്ന് ജോലിക്ക് ചില നിർബന്ധ ഘട്ടങ്ങളിൽ പോകാതിരിക്കാൻ കഴിയില്ല. അതെനിക്കറിയാം, ഈ രാജ്യത്ത് അത് ചെയ്തേ മതിയാകുകയുള്ളൂ. And there are situations where we cannot avoid going to work in this particular country. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഉയർപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ ദിവസം ദൈവത്തിൽ കടന്നു വന്ന് വീണ്ടെടുപ്പുകാരനെ ആത്മാ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യപദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. But I praise ഹല്ലേലൂയ. the Lord for bringing us here on the day of resurrection, the first day of the week, to praise Him and worship Him. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ദിവസമാണ്. This is the day that Lord has made for us to worship Him. ചിലപ്പോൾ സാലറി കൂടിയെന്ന് കൂട്ടിക്കിട്ടിയെന്നിരിക്കാം. There might be situations when we may have a better salary. ഭൗതിക നന്മകൾ കൂടുതൽ ലഭിച്ചെന്നിരിക്കാം. We might have a worldly blessing. എന്നാൽ അതെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരനെ എനിക്ക് ആരാധിച്ച് മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൽ കടന്നു വന്ന് ആത്മാർത്ഥയോടുകൂടി ആരാധിക്കുന്ന എൻ്റെ ജനത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. But denying every worldly blessing Glory and to coming God, into His glory presence to and God, worshiping glory Him, to God God. is seeing the sacrifices that you are ഹല്ലേലൂയ. making for Him. ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ ജനത്തിനൊരു സ്വസ്ഥത ദൈവം തരുന്ന ദൈവമാണ്. And He gives rest to the people who worship Him. ഈ ഭൂമിയിലും ദൈവം നമുക്ക് സ്വസ്ഥത തരുന്ന ദൈവമാണ്. In this world as well, God gives us ഇന്ന് rest. സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, And if there's anybody who is without peace in their heart, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, in your workplaces, നിന്റെ ഭവനത്തിൽ, in your house, കുടുംബജീവിതത്തിൽ, in your family life, ആമേൻ, നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, in your relationship with your children, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, with relationship നീ with your ആയിരിക്കുന്ന church, മേഖലകളിൽ in your circumstances, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, if you are restless in any ദൈവത്തിന്റെ ways, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് വ്യക്തമായി ഇടപെടുന്നു. God's Holy Spirit speaks to us. എനിക്കൊരു സ്വസ്ഥത തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. There's a certain sort of rest that my God Almighty can give me. ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു സ്വസ്ഥത കഴിവാൻ തരുവുള്ള കർത്താവിന്റെ ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. A certain sort of rest that this world cannot give us. ഞാനത് വിശ്വസിക്കുന്നു. It is here and I ഞാനത് believe it. ഏറ്റെടുക്കുന്നു. I accept നിങ്ങളുടെ it. ജീവിതത്തിൽ സംഭവിക്കട്ടെ. And let it be in your നിങ്ങളുടെ life. ജോലി ഇടങ്ങളിൽ സംഭവിക്കട്ടെ. Let it be in your workplace. നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ. Let it be in your household. തലമുറയോടുള്ള ബന്ധത്തിൽ സംഭവിക്കട്ടെ. Let it be related to your generation. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord Almighty അവർക്ക് for അവരുടെ all those കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. Let's raise our hands and സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, If anybody is സ്വസ്ഥത restless here, തരുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. then God is here amongst us to give us ഞാനും peace. നിങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. Even before us coming here, God അവന്റെ was here. സാന്നിധ്യം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. His presence is amongst അവൻ us. നിന്നെ കരം വെച്ച് അനുഗ്രഹിപ്പാൻ, He has held His hand and സ്വസ്ഥത blessed you, തരുവാൻ, give you rest നിന്റെ ആരാധന സ്വീകരിപ്പാൻ മാത്രമല്ല, and accept ഇവിടുന്ന് our മടങ്ങി worship. പോകുമ്പോൾ ഒരു സ്വസ്ഥത തരുവാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ But when we സ്തുതിക്കുന്നു. return, He's going to fill us with His rest. And I praise the Lord for giving His presence here. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, ഭൂമിയിലെ സ്വസ്ഥത. First is the rest that we have in this world. രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറഞ്ഞ ജീവിതത്തിലെ സ്വസ്ഥത. And the second kind of rest is in the life. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. Mark chapter 5 verses 29. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. മതി. ഇതാ 12 സംവത്സരമായി രക്തസ്രാവക്കാരത്തിയായ സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Here we can see that the word speaks about a lady who is suffering from bleeding for 12 years, and it is written, immediately her bleeding stopped and she felt in her body that she was freed from her suffering. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടി ആര് വന്നിട്ടുണ്ടോ, കർത്താവിനെ തൊട്ടിട്ടുണ്ടോ, കർത്താവ് തൊട്ടിട്ടുണ്ടോ, കർത്താവിൻ്റെ കരം തൊട്ടിട്ടുണ്ടോ, അവിടെ എല്ലാം അത്ഭുതം നടന്നിട്ടുണ്ട്. Wherever people come with utmost faith in their minds towards Christ, there every places where they come to Christ, there has been a miracle that has happened. ഈ സ്ത്രീയെ സംബന്ധിച്ച് തനിക്കുള്ള മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് നിരാശയാണ് അവളുടെ ജീവിതത്തിൽ അവസാനം. നിരാശ മാത്രമാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായത്. If we talk about this woman has spent all her money and to try and heal the bleeding that she was suffering from. എത്ര വൈദ്യന്മാരുടെ അടുക്ക് അവൾ പോയി കാണും, എത്ര പണം അവൾ ചെലവഴിച്ചു, അവളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അരുമനാഥിൽ നിന്നൊരു ശക്തി പുറപ്പെടുവാനിടയായി.
But keeping all the uncertainties aside, she held on to her faith and touched the corner of Christ's robe, and she experienced the miracle in her life. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവളിലുള്ള ബാധ അവളെ വിട്ടുപോകുവാനിടയായി. അവൾ ശരീരത്തിൽ സ്വസ്ഥതയുള്ളവളായി തീരുവാനിടയായി. When she touched the end of the robe of Christ, the power of Christ escaped from there, and the suffering that she was going through also left her body, and she experienced rest in her life. ഇന്ന് പകലിലും ദൈവവചനം കേൾക്കുമ്പോൾ വചനം ജഡമായി തീർന്നവൻ നമ്മുടെ നടുവിൽ ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ നിന്നെ വിടിവിക്കുവാൻ. നിന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ലാതെ കഴിഞ്ഞ നാളുകളിലേറിയ നാളുകളായി ആമേൻ ഡോക്ടർമാരുടെ അടുക്കൽ പോയിട്ട് യാതൊരു പ്രയോജനമില്ലാതെ ഇന്ന് പകൽ നിരാശയോടുകൂടെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നിന്നെ സ്വതന്ത്രനാക്കുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനുള്ളിൽ വിടുതൽ നടക്കട്ടെ. അത്ഭുത രോഗശാന്തി ഇതിനുള്ളിൽ നടക്കുവാനിടയായി തീരട്ടെ. ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമായി തീരട്ടെ. വിശ്വസിക്കുന്ന നിങ്ങളുടെ കരങ്ങൾ ഇന്ന് എൻ്റെ പകൽക്കാല വിശ്വാസത്തോടെ എൻ്റെ കർത്താവിടെ കടന്നു വന്നിട്ടുണ്ട്. അവനെ തൊടുവാൻ ആര് തയ്യാറാകുമോ? ഇന്ന് പകൽ ആ ശക്തി, വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ഒരു വിടുതലോടുകൂടെ മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. There is power in the word, and if we believe, then people who are here who are suffering from certain kind of sufferings in their life, God is going to heal. All you need to do is have faith in his word and pray to him. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിലെ സ്വസ്ഥത. ആമേൻ, സ്തോത്രം. 2, ജീവിതത്തിലെ സ്വസ്ഥത. ഇന്ന് പകൽ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ സ്തോത്ര സ്വസ്ഥത തരുവാൻ കഴിവുള്ള കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം അവനെ തൊടുന്നുവെങ്കിൽ രോഗസൗഖ്യം ഇതിനുള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഈ ഹാളിനുള്ളിൽ, ആലയത്തിനുള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചിലരിന്ന് പകൽക്കാലം സ്വസ്ഥരായി തീരുന്ന പകൽക്കാലമായി തീരട്ടെ. വിടുതൽ അനുഭവിച്ചു വേണം മടങ്ങി പോകുവാൻ. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ പിന്നെ ഈ വിഷയത്തിന് ഡോക്ടർ അടുക്കൽ പോകുവാൻ കഴിയാതെ വണ്ണം ഒരു അത്ഭുതം ഇതിനുള്ളിൽ വെളിപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ. അത്ഭുതത്തിന്റെ ശക്തി ഇതിനുള്ളിൽ വ്യാപരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Glory, 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 glory. If you believe in the Lord and His name, God is going to heal you. All you need to do is have faith and submit yourself unto his presence. Glory, 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 glory. ആത്മാവിൽ സ്വൽപ്പസമയം ദൈവത്തെ ആരാധിക്ക്. ആത്മാവിൽ സ്വൽപ്പസമയം ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് പകൽ എൻ്റെ മേൽ ഇറങ്ങി വരണമേ. വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ ശക്തി എൻ്റെ മേൽ വരണമെന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ സ്വൽപ്പസമയം ദൈവത്തെ ആരാധിക്ക്. വന്നതുപോലെയല്ല നീ മടങ്ങി പോകുമ്പോൾ സ്വസ്ഥതയോടുകൂടെ, വിടുതലോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ മടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ ആരാധിക്ക്. Hallelujah. Let us all submit ourselves and submit all the diseases that we are facing. Let him come near you and heal you from all the diseases, all the sufferings and all the restlessness that you are facing, and fill you with the rest. വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പ് ഇന്ന് പകൽക്കാലം ശരീരത്തിൽ അനുഭവിച്ചു വേണം മടങ്ങി പോകുവാൻ. Not unmeasurable. Glory, 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 glory. അത് കുഞ്ഞുങ്ങളിൽ നിന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ഓ സഹോദരന്മാർ, രോഗത്തിന്റെ അവസ്ഥയിൽ ആമേൻ ഭീതിപ്പെട്ട് ഭാരത്തോടുകൂടി ആയിരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതിനുള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തിയ കർത്താവിനെ സ്തുതിക്കുന്നു. Let everybody experience that faith and that rest in their lives that God wants to shower upon us. Hallelujah, hallelujah, hallelujah. Glory to God. Hallelujah, hallelujah, hallelujah. Vimana hadda raja vaida raja. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ച മുതൽ ഉള്ളക്കാല് വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ.
ഇന്ന് പകല് ഹല്ലേലൂയ ഇതിനുള്ളിൽ ഒരു വിടുതൽ നടക്കട്ടെ. അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ, വിടിവിക്കുവാൻ കഴിവുള്ളവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, ജീവനുമേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, സർവശക്തൻ ഇതിൻ്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ഭയത്തില് വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആരാധിക്ക്. ആ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കട്ടെ, നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ, ഉച്ച മുതൽ ഉള്ളകാല് വരെ വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ ഹാലിലെ അവസ്ഥകളിൽ മേൽ ആമേൻ, ഏത് രോഗാണുക്കളുമേൽ, ഏത് രോഗബന്ധനത്തിന്മേൽ ആയിരിക്കുന്നു അതിന്മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം വിടുതൽ തരുവാൻ കഴിവുള്ളവനാണ് കടന്നു വന്നിട്ടുണ്ട്. ഗ്ലോറി 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 ഗ്ലോറി. എത്ര വർഷമായാലും ദൈവത്തിന് അത് വിഷയമല്ല. 12 സംവത്സരമായുള്ള മേൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് പകൽക്കാലവും ചില ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. How many years it is does not matter, but the power that the women who suffer from bleeding experience, that same power God is going to let you experience in your life as well. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി, നമ്മുടെ കരങ്ങളെ ഉയർത്തി എൻ്റെ മേൽ ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ദൈവശക്തിക്കായി ദൈവത്തെ സ്തുതിച്ച് സ്വല്പസമയം കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. Let's raise our hands and praise the Lord for the power that we are going to experience in our life. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിലെ സ്വസ്ഥത മൂന്നാമതായി നമ്മെ അലട്ടുന്നതായ വിഷയമാണ് കടഭാരം. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. സമയം എൻ്റെ മുമ്പിലില്ല. എലീശയുടെ ശിഷ്യന്മാരിൽ ഒരുവൻ്റെ ഭാര്യ എലീശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭർത്താവ്, നിൻ്റെ ശിഷ്യൻ, നിൻ്റെ ദാസൻ വിശ്വസ്തയോടുകൂടെ നിന്നെ സേവിച്ചു, കർത്താവിനെ സേവിച്ചു, എന്നാൽ അവൻ മരിച്ചു. ഞങ്ങൾക്കുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ കടക്കാർ വന്നിരിക്കുകയാണ്. അവിടെ ജീവിതത്തിൽ കടഭാരം, അവിടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് കടഭാരമാണ്. എന്നാൽ പരിഹരിപ്പാൻ കഴിവുള്ളവൻ നിൻ്റെ പക്കൽ എന്തുണ്ട്, നിൻ്റെ കുടുംബത്തിൽ എന്തുണ്ട്, നിൻ്റെ ഭവനത്തിൽ എന്തുണ്ട്, അവൾക്കുള്ളത് പ്രവാചകനോട് പറഞ്ഞു, അത് സമർപ്പിച്ചു. അവിടെ കടഭാരം മാത്രമല്ല, അവിടെ ജീവിതത്തിൽ ഉപജീവനത്തിനുള്ള കൊടുക്കുവാൻ കഴിവുള്ളവൻ, അവിടെ സ്വസ്ഥതയ്ക്കും വിഘാതമായി നിന്നതിനെ അവൾക്ക് അനുകൂലമാക്കി അവിടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടുന്ന കൊടുക്കുവാൻ കഴിവുള്ളവൻ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. കടഭാരത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിൻ്റെ കടഭാരം മാറ്റുവാൻ 1 സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന്. 1 സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന്. നീ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കണ്ട, വിഹാലിൽ സഹായിപ്പാൻ കഴിവുള്ളവൻ്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ലോകത്തിൽ ആരും വന്നില്ല എങ്കിൽ, നീ പ്രതീക്ഷിച്ചവർ വന്നില്ല എങ്കിൽ സഹായിപ്പാൻ കഴിവുള്ളവൻ ആമേൻ 1 സെക്കൻഡ് മതി നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ ഭാരങ്ങളെ, നിന്റെ കടഭാരങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവൻ, നിനക്ക് സ്വസ്ഥത തരുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. ഇന്ന് പകൽ അവൻ ഇതിന്റെ നടുവിലുണ്ട്. After the rest of life we come into and talk about the loans that we face in our life. God is going to take away all the loans, just like He did in the life of Elisha when she told about her husband and her family situations. All she did was believe and show faith in her life, and God took away all the problems that she faced due to from her lenders and filled her with the Spirit of Lord. Amen. Amen. Hallelujah. സ്വസ്ഥതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവം തരുന്നതായ സ്വസ്ഥ. എന്നാൽ നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിൽ സ്വർഗീയ സ്വസ്ഥതയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. Now I'm going to talk about something that disturbs our rest and peace in life. സങ്കീർത്തനം 38-ന്റെ 2-ാമത്തെ വാക്യം. Psalms chapter 38 verses 2. 38-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപഹേതുവായി
എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയും ഇല്ല. Your arrows have pierced me, and your hand has come down on me. Because of your wrath, there is no health in my body, there is no soundness in my bones, because of my sin. അപ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു മെയിൻ ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപമാണ്. So the main thing that disturbs our rest and peace in our life is sin. പാപം നമ്മുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കി കളയും. Sin destroys our rest. നിന്റെ നീരസഹേതുവായി എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല, എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയുമില്ല. Because of the wrath there is no health, and because of my sin there is no soundness in my bones. അപ്പോൾ പാപം നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തും. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ പാപം ക്ഷമിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കർത്താവേ, ഈ ലോക ജീവിതയാത്രയിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിൻ്റെതായ അംശം വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ പുണ്യഹാ രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ദൈവസനിൽ ഏറ്റുപറയുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. And there is only one person who can save us from the sins and forgive us from our sins, and that is Christ. And what we can do right now is submit ourselves and ask for forgiveness into his presence. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. 51 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. In Psalms chapter 51 verses 12 it is written, restore to me the joy of your salvation and grant me a willing spirit to sustain me. അതിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. In verse 8 and 9, let me hear joy and gladness, let the bones you have crushed rejoice, hide your face from my sins and blot out all my iniquity. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. Create in me a pure heart, O God, and renew a steadfast spirit within me. Do not cast me from your presence or take your Holy Spirit from me. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താൻ അനുതപിച്ച് ദൈവത്തോട് ഏറ്റുപറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We can see when the prophet Nathan talks to David about his sin, God is forgiving him from his sins. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ നന്നായി കഴുകണമേ. ഇന്ന് പകൽ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിൻ്റെതായ മാലിന്യങ്ങൾ, അകൃത്യങ്ങൾ അറിഞ്ഞുമറിയാതെയും വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ പുണ്യഹാ രക്തത്താൽ എൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ നൽകണമെന്ന്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമെന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചെങ്കിൽ, ആമേൻ, ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചെങ്കിൽ, ആമേൻ, ദൈവം തിരഞ്ഞെടുത്തതായ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൈലം വീണവൻ, ഇസ്രായേലിലെ 2ാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തവൻ, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് സന്തതിയായ യേശു ക്രിസ്തുവിനെ തരുവാൻ ദൈവത്തിന്
പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് പകൽ ആ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ, അനുദപിച്ചെങ്കിൽ, ദൈവമക്കളെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സ്തോത്രം മറ്റാരോടും പറയേണ്ട. ഇന്ന് പകൽ നിന്റെ ഹൃദയങ്ങളെ കാണുന്ന, നിന്റെ അവസ്ഥകളെ കാണുന്ന, നിന്റെ ജീവിതത്തെ കാണുന്ന ഒരുവൻ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവനോട് പറയുവാൻ കഴിയുമോ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ, പുത്രൻ്റെ രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകി എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവം അറിയുന്നല്ലോ. ഇന്ന് പകൽ ഒരു പുതുക്കം പ്രാപിച്ചു മടങ്ങിപ്പോകുന്ന പകൽക്കാലമായി തീരട്ടെ, ഒരു അനുതാപത്തിൻ്റെ പകൽക്കാലമായി തീരട്ടെ. ആരോടും പറയുവാൻ കഴിയാതെ നിൻ്റെ ജീവിതത്തിൽ നീ തേങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പാപത്തിൻ്റെ ചില വശങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിന്നോട് ഇടപെടുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ്, അതിനെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. When there are situations in our life we fall into sin, we can say to God, come into His presence and say to God that create in me a pure heart, Lord. Restore all the joy of salvation that you have for me, because only God can come and forgive us. Repent Amen. your sins in His presence today and submit yourself. ആമേൻ. നമ്മുടെ പാപമാണ് ശരീരത്തിന് സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഘടകം. It is our sin that destroys the rest of our life. നാം ആരും നീതിമാന്മാരല്ല. Nobody is righteous here. നീതിമാൻ ഒരുത്തൻ പോലുമില്ല. There's nobody righteous here. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നീതിമാനെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആരും നീതിമാനില്ല. If I say someone's righteous, it is wrong. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. ഒന്ന്, ഭൂമിയിലെ സ്വസ്ഥത, ജീവിതത്തിലെ സ്വസ്ഥത. നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകം പാപമാണ്. എന്നാൽ മൂന്നാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് സ്വർഗീയ സ്വസ്ഥതയാണ്. എൻ്റെ ഒന്നാമത്തെ വായിച്ച വേദഭാഗത്തിൻ്റെ ഒന്നാമത്തെ വാക്യം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ആമേൻ, സ്തോത്രം. When we talk about the rest of heaven, we read Hebrews chapter 4 verses 1. Therefore, since the promise of entering His rest still stands, let us be careful that none of you be found to have fallen short of it. ഈ വാഗ്ദത്തം ലഭിക്കാതെ പോയ അനേക കാരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. And there are various other reasons that people did not receive the promise. ഒന്നും വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന്, ദൈവത്തിന് നമ്മോട് നീരസമുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അതിന് വാക്യം ആവർത്തനം 1:31 സംഖ്യാപുസ്തകം 14 അധ്യായത്തിലും അത് കാണുവാൻ. ദൈവത്തിന് ഒരു വ്യക്തിയോട് നീരസമുണ്ടെങ്കിൽ അവൻ സ്വസ്ഥതയിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആ ജനത്തോട് എനിക്ക് നീരസം തോന്നി. നീരസമുണ്ടായതുകൊണ്ട് അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. We can see that people don't enter into rest because if God has wrath over him or is angry to them. എബ്രായ ലേഖനം 3 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ അനുസരണം കെട്ടവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. In Hebrews chapter 3:18 it's written that disobedient people did not enter into rest. വിശ്വസിച്ചവർ മാത്രമേ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയുള്ളൂ. The people who have faith will only enter into rest, it's written. അതിൻ്റെ അടുത്ത സദ്വർത്തമാനം കേട്ടവർ, അഥവാ അത് കേട്ട് അനുസരിച്ചവർ, സുവിശേഷം കേട്ട് അതനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. The people who listens to the gospel and obeys them can only enter into rest and eternity. സ്വസ്ഥത എല്ലാറ്റിൻ്റെയും അവസാനം അല്ല. Rest is not the end of everything. സ്വസ്ഥത എല്ലാറ്റിൻ്റെയും അവസാനം അല്ല. സ്വസ്ഥത എല്ലാറ്റിൻ്റെയും പ്രവർത്തികളുടെ അവസാനമല്ല. And rest is not the end of the doings in our life. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയാണ് നിത്യത.
And God, the rest that God has created for us humans is eternity. അവിടേക്ക് പോകുവാൻ വേണ്ടിയാണ് നാം ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. And it is our ultimate goal to reach that eternity. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരും ആ കനാനിൽ ചെന്നെത്തിയില്ല. And all the Israelites that left Egypt did not reach the end point. രക്ഷിക്കപ്പെട്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ട് സ്വർഗീയ ഭക്ഷണം കഴിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ യാത്ര ചെയ്തു. പക്ഷേ അവരിൽ മിക്കവേരിലും ദൈവം പ്രസാദിച്ചില്ല. They went into a journey from Egypt to Canaan, but not everybody reached the end. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. റീസെൻ്റ്ലി രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. എന്നാൽ ആമേൻ, നാം പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ആ നിത്യതയെ നോക്കിയാണ് നാം യാത്ര ചെയ്യുന്നത്. There are people who have been in faith from for a long time. There are people who came into faith recently. All we are striving for is the eternal life that God has promised us. ദാനിയേലോട് ദൈവം പറയുമ്പോൾ, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. And when God said to Daniel that you go and take rest and come back when it is your time to. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, നിരാശയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥതയെ, നിത്യതയെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അനേക സംഭവങ്ങളും അനേക സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ ഞാൻ ഭവനമൊരുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോകുന്നു. എത്രയും താമസം വിന ഞാൻ മടങ്ങി വരും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് നിങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളുവാൻ ഞാൻ മടങ്ങി വരും. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ആ നിത്യതയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അത് നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാറ്റിന്മേലും ജയമെടുക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഇന്ന് പകൽ ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൽ പാപമാണ്, ശരീരത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ്, ഭൂമിയിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അതിൻ്റെ നടുവിൽ എൻ്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ അവൻ വീണ്ടും മടങ്ങി വരും. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത നിത്യഭവനത്തിൽ അവനോട് ഒരുമിച്ച് യുഗം ഞാൻ വാസം ചെയ്യേണ്ടവളാണ്. ആ പ്രത്യാശ ഇന്ന് പകൽക്കാലം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കാം. നമ്മുടെ സ്വസ്ഥത എന്താണ്? നമ്മുടെ നിത്യതയാണ് സ്വർഗീയ സ്വസ്ഥത. അവിടേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ആമേ സ്തോത്രം. കാഹളം കേൾക്കാറായി, നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട്, ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. നിത്യത നഷ്ടപ്പെടുത്തരുത്. അവൻ നിത്യത നഷ്ടപ്പെടുത്തരുത്. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരരുത്. എൻ്റെ നിത്യത നഷ്ടപ്പെടുത്തുവാൻ ലോകത്തിൽ ശത്രു ശ്രമിക്കുന്ന എല്ലാറ്റിന്മേൽ യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതല് നാം അതിന്മേൽ ഒരു ജയമെടുക്കേണ്ടവരാണ്. നമ്മെ വിട്ട് മുന്നേ പോയവരുണ്ട്, അവൻ നാളെ പോകേണ്ടവരുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ച, എന്നാൽ നാം എല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുഖാമുഖം അവൻ്റെ മുഖം കണ്ടാരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. കാലമേറെയില്ല, കർത്താവ് മടങ്ങി വരാറായി. അവൻ്റെ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് മടങ്ങി വരാറായി. എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് ഞാൻ വാഴുന്ന ദിവസം അടുത്തിരിക്കുകയാണ്. എൻ്റെ സ്വസ്ഥത, ഈ ഭൂമിയിൽ എനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല എങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ, ആ നിത്യതയിൽ എനിക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് യുഗം ആനന്ദിക്കുന്ന ദിവസം വിദൂരമല്ല. പ്രത്യാശയുള്ള എല്ലാവരും ആമേൻ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒരു പ്രത്യാശയുടെ പാട്ടിൻ്റെ 1-2 അടികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വിണ്ണിലെൻ്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. വിണ്ണില്
വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി വീണ ചെയ്തൻ നാളുകൾ തീർന്നു വേല ചെയ്തു ഹല്ലേലൂയ നാളുകൾ തീർന്നു എത്തും എന്നും ഞാനൊടുവിൽ എന്നെ കൈവിടാതെ നാഥന് നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥന് നടത്തിയിടുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ജീവിതത്തിൽ സൗഖ്യമില്ലാതെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, കടഭാരത്തിൻ്റെ അവസ്ഥയിലാരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, സ്വസ്ഥതയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടേറിയ നാളുകളായി നിരാശയോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ഇന്നത്തെ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമായി തീരട്ടെ. അതിനപ്പുറമായി കർത്താവ് നമുക്ക് ഇരിക്കുന്നതായ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് അയച്ചു. അങ്ങയുടെ പുത്രൻ ഞാൻ അനുഭവിക്കേണ്ട പൂർണ്ണമായി അങ്ങയുടെ പുത്രൻ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി അനുഭവിച്ചു. അനുഭവിച്ചതായ വേദനകളും ദുഷികളും പരിഹാസവും കഷ്ടതയും എനിക്ക് പകരമായിരുന്നു. അങ്ങയുടെ പുത്രനിലൂടെ എനിക്ക് ലഭിച്ച ഭാഗ്യപദവിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരെങ്കിലും കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുവാൻ കഴിയാതെ ഈ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ വിളിക്കുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് ആര് വരുമോ? സ്വസ്ഥത തരുവാൻ കഴിവുള്ളവൻ ഈ ഭൂമിയിൽ മാത്രമല്ല, അവൻ്റെ സന്നിധിയിൽ അവനോട് ഒരുമിച്ച് ആരാധിക്കുന്ന ദിവസമുണ്ട്. കൈവിട്ടു പോകരുത്. കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരാറായി. സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങ് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. നീ ആരാധിപ്പാൻ കടന്നു വന്നവർ മടങ്ങിപ്പോകുമ്പോൾ ശാരീരികമായി സൗഖ്യമില്ലാതെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന നിന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. രോഗസൗഖ്യം ഇന്ന് പകൽ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. ഞാൻ ഹല്ലേലൂയ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതിനെ സ്വർഗത്തിലും കെട്ടിമെന്ന്, ഭൂമിയിൽ അഴിക്കുന്നതിനെ ഭൂമിയെ സ്വർഗത്തിലും അഴിയുമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ അധികാരത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ അങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം. കടഭാരങ്ങളെ കർത്താവ് മാറ്റിയതിനായി സ്തോത്രം. ഭൂമിയിലെ സ്വസ്ഥത ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം. അതിനപ്പുറമായ പ്രത്യാശയാൽ ഞങ്ങളെ നിറച്ചതിനായി അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥനകൾ യാതിൽ കേട്ടതിനായി സ്തോത്രം. മഹത്വ കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നതോ നീ കേൾക്കണം പിതാവേ.